ഒരിടവേളയ്ക്ക് ശേഷം സമസ്ത ലീഗ് തർക്കം വീണ്ടും സജീവമാകുന്നു. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായി സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം വ്യക്തമാക്കി. പാണക്കാട് കുടുംബത്തെയും ബാഫക്കി തങ്ങളെയും അവഹേളിച്ചിട്ടില്ല. എന്നാൽ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നും ഉമർ ഫൈസി വ്യക്തമാക്കി. ലീഗ് വിമർശനം കാര്യമാക്കുന്നില്ലെന്ന നിലപാടിലാണ് ഉമർ ഫൈസി. കഴിഞ്ഞ ദിവസം മലപ്പുറം എടവണ്ണപ്പാറയിൽ നടത്തിയ വിവാദ പരാമർശത്തിന് പിന്നാലെ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിനെതിരെ ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉയർന്നിരുന്നു. ഷാഫി ചാലിയം പോലുള്ള രണ്ടാം നിര നേതാക്കളാണ് കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നത്. ഇത് ഒരു വിഭാഗം ലീഗ് അണികൾ കൊണ്ടുപിടിച്ച് പ്രചരിപ്പിക്കുന്നുണ്ട്. എതിർ പ്രചാരണവുമായി സമസ്തയിലെ ലീഗ് വിരുദ്ധരും സമൂഹ മാധ്യമങ്ങളിൽ സജീവം. ബാഫക്കി തങ്ങൾ മുതൽ ഹൈദരലി സിയാബ് തങ്ങൾ വരെയുള്ളവരുടെ പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും വഴിപിഴച്ചു പോയവരെ പരിഗണിക്കാൻ ആകില്ലെന്നുമായിരുന്നു പാണക്കാട് സാദിഖ് അലി തങ്ങളെ ലക്ഷ്യം വെച്ച് ഉമർ ഫൈസി പ്രസംഗിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിനെയും ഉമർ ഫൈസി വിമർശിച്ചു. ഇതോടെ ഉമർ ഫൈസിയെ ശാസിച്ച് സമസ്ത നേതാക്കൾ പ്രസ്താവന ഇറക്കിയതായി വാർത്ത വന്നു. എന്നാൽ തന്നെ ആരും ശാസിച്ചിട്ടില്ലെന്നും ആരെയും അവഹേളിച്ചിട്ടില്ലെന്നും ഉമർ ഫൈസി മുക്കം പ്രതികരിച്ചു. എൻ്റെ പ്രസംഗം വളരെ വ്യക്തമാണ്. ഞാൻ ഒരു തങ്ങളെയും ആക്ഷേപിച്ചിട്ടില്ല. ബാഫക്കി തങ്ങളെ ആക്ഷേപിച്ചു, മറ്റ് തങ്ങന്മാരെ ആക്ഷേപിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പൈതൃകം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാർ ബാഫക്കി തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദരലി ശിഹാബ് തങ്ങൾ, അവരൊക്കെ ഇവിടെ നടന്ന നടപടി അത് അനുകരിച്ച് പോകണം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ വേറെ ഞാൻ അവരെ ആരെയും ആക്ഷേപിച്ചിട്ടില്ല. എല്ലാവരും മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തത്. സമസ്ത CIC തർക്കം അനന്തമായി നീളുന്നതും ലീഗിന്റെ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടിലും സമസ്തയ്ക്ക് അതൃപ്തിയുണ്ട്. കാന്തപുരം നടത്തിയ കേരള യാത്രയിൽ ലീഗ് നേതാക്കൾ സജീവമായതും സമസ്തയിൽ മുറുമുറുപ്പിന് കാരണമായി. സമസ്ത 100ാം വാർഷികാഘോഷം നടക്കാനിരിക്കെ സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലുള്ള കലഹം ശക്തമാകുന്നത് ഇരുവിഭാഗവും ആശങ്കയോടെയാണ് കാണുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.